3 പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഒന്ന്, അക്രമത്തിനിരയായ ആളുടെ പ്രാർത്ഥനയാണ്. മറ്റൊന്ന്, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയാണ്. ഇനി മൂന്നാമത്തതൊന്ന്, യാത്രക്കാരന്റെ പ്രാർത്ഥനയാണ്. യാത്രക്കാരന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യമാണ് യാത്ര എന്നത്. സീറൂ ഫിൽ അർദ് എന്ന പ്രയോഗം ഒന്നിലധികം സ്ഥലത്ത് ഖുർആനിൽ വന്നത് കാണാം. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലെ കൗതുകങ്ങൾ കാണാൻ വേണ്ടി, ഹജ്ജിന് വേണ്ടി, ഉംറയ്ക്ക് വേണ്ടി, മഹാന്മാരെ സിയാറത്ത് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെയുള്ള യാത്രകൾ തീർത്തും സതുദ്ദേശപരവും നല്ല ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ളതുമാണ്. യാത്ര പുറപ്പെടുന്ന ആളുകൾ പാലിക്കേണ്ട മര്യാദകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകർന്നു നൽകിയ ഹദീസുകൾ മഹാന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്റെ ഗ്രന്ഥമായ അദ്കാറിൽ യാത്രക്കാരൻ പാലിക്കേണ്ട മര്യാദകൾ വിവരിക്കുന്നിടത്ത് ഇങ്ങനെ പറഞ്ഞത് കാണാം. നമ്മുടെ യാത്ര സഫലമാകണമെന്നും സുരക്ഷിതമായ സ്ഥലത്തേക്ക് എത്തിച്ചേരണമെന്നും കൃത്യമായ നമ്മുടെ ആവശ്യ നിർവഹണത്തിന് ശേഷം തിരിച്ചെത്തണമെന്നും ആഗ്രഹിക്കുന്ന ഏതൊരു വിശ്വാസിയും തന്റെ പ്രയോഗതലത്തിൽ കൊണ്ടുവരേണ്ട ആ മര്യാദകൾ ഇങ്ങനെയാണ്. യാത്ര പുറപ്പെടുന്ന ആൾ 2 റക്അത്ത് നിസ്കരിച്ചിട്ടാണ് യാത്ര തുടങ്ങേണ്ടത്. സൂറത്തുൽ ഫാത്തിഹയ്ക്കു ശേഷം 1-ാം റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനയും അതോടൊപ്പം സൂറത്തുൽ ഫലഖും ഓതുക. 2-ാം റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ നാസും ഓതുക. ഇപ്രകാരം യാത്രയുടെ മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം സൂറത്തുൽ ഖുറൈശ് പാരായണം ചെയ്യുക. സൂറത്തുൽ ഖുറൈശ്, ലീലാഫ് ഖുറൈശ് എന്ന് തുടങ്ങുന്ന ആ ചെറിയ സൂക്തം പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഹംദും സ്വലാത്തുമെല്ലാം ചൊല്ലിയതിനു ശേഷം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. അതിപ്രകാരമാണ്: അല്ലാഹുമ്മ ബിക അസ്തഈനു വഅലൈക അതവക്കൽ അല്ലാഹുമ്മ ദല്ലിൽ ലി സുഊബത അംരി വസഹ്ഹിൽ അലയ്യ മശഖത സഫരി വർസുഖ്നി മിനൽ ഖൈരി അക്സറ മിമ്മ അത്ലബ് വസ്റുഫ് അന്നി കുല്ല ശർ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി اللهم إني أستحفظك وأستودعك نفسي وديني وأهلي وأقاربي وكل ما أنعمت علي وعليهم به من آخرة ودنيا فاحفظنا أجمعين من كل سوء يا كريم. ഈ പ്രാർത്ഥനയ്ക്കു ശേഷം ഹംദും സ്വലാത്തും ചൊല്ലി പ്രാർത്ഥനയുടെ സാധാരണയുള്ള അദബ് പോലെ ആ പ്രാർത്ഥന സമാപിച്ചതിനു ശേഷം വിദേശത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർ, സതുദ്ദേശപരമായ യാത്ര ഉദ്ദേശിക്കുന്നവർ തങ്ങളുടെ കുടുംബത്തെ തങ്ങളുടെ വീട്ടിൽ, നാട്ടിൽ ഇട്ടേച്ചു പോവുകയാണ്. അവരോട് പറയേണ്ട ഒരു വാചകം ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: അസ്തൗദിഉകുമുല്ലാഹല്ലദീ ലാ തുദയ്യിഉ വദാഇഅഹ്. സൂക്ഷിപ്പ് സ്വത്ത് ഒരിക്കലും നഷ്ടപ്പെടുത്താത്ത അള്ളാഹുവിനെ എൻ്റെ കുടുംബത്തെ ഞാൻ ഏൽപ്പിക്കുന്നു, നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചു പോകുന്നു എന്ന വാചകം പറഞ്ഞിട്ടാണ് യാത്ര പുറപ്പെടേണ്ടത്. അപ്രകാരം വീട്ടിൽ നിന്ന് യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് اللهم إني أعوذ بك أن أضل أو أضل أو أزل أو أزل أو أظلم أو أظلم أو أجهل أو يجهل علي എന്ന പ്രാർത്ഥന ചൊല്ലി വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത്. വീട്ടിൽ നിന്നിറങ്ങി വാഹനത്തിൽ കയറി ഇരിക്കുമ്പോൾ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ്: اللهم إليك توجهت وبك اعتصمت اللهم اكفني ما همني وما لا أهتم له اللهم زودني التقوى واغفر لي ذنبي ووجهني للخير أينما توجهت. അതോടൊപ്പം വിശുദ്ധ ഖുർആനിൽ തന്നെ വന്ന ഒരു പ്രാർത്ഥനയായ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന് ചൊല്ലുകയും അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നിവ 3 പ്രാവശ്യം വീതം പറയുകയും അതിനുശേഷം സുബ്ഹാനക ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർ ലി ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത എന്നും اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما تحب وترضى اللهم هون علينا سفرنا هذا واطوي عنا بعده اللهم أنت الصاحب في السفر والخليفة في الأهل اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل ആയിബൂന തായിബൂന ലിറബ്ബിനാ ഹാമിദൂൻ എന്ന് പറഞ്ഞുകൊണ്ട് യാത്ര ആരംഭിക്കുകയാണ്. വാഹനം
യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ഒരു സ്ഥലത്ത് വിശ്രമത്തിന് വേണ്ടിയോ മറ്റോ താമസത്തിന് വേണ്ടിയോ ഒക്കെ ഇറങ്ങുമ്പോൾ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്നാണ് ചൊല്ലേണ്ടത്. യാത്രക്കിടയിൽ രാവും പകലും മാറി വരും. രാത്രി ഇരുൾമുറ്റിയതാണ്, അപകട സാധ്യത നിറഞ്ഞതാണ്. യാത്രക്കാരന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന കൊണ്ടുവരണം. യാ അർദു റബ്ബി വറബ്ബുകില്ലാ അഊദു ബില്ലാഹി മിൻ ശർരികി വശർരി മാ ഫീകി വശർരി മാ ഖലഖ ഫീകി വശർരി മാ യദിബ്ബു അലൈകി അഊദു ബികി മിൻ അസദിൻ വഅസ്വദ് ومن الحية والعقرب ومن ساكن البلد ومن والد وما ولد എന്നാണ് ചൊല്ലേണ്ടത്. യാത്ര സഫലമായി തിരിച്ചു വരുമ്പോൾ പറയേണ്ട വാചകം ഇതാണ്: ആയിബൂന തായിബൂന ആബിദൂൻ ലിറബ്ബിന ഹാമിദൂൻ. തിരിച്ച് വീട്ടിലെത്തി സന്തോഷം വീട്ടിലേക്ക് കയറുമ്പോൾ വലതുകാൽ വെച്ച് കയറി അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലജ് വഖൈറൽ മഖ്റജ് ബിസ്മില്ലാഹി വലജ്നാ വബിസ്മില്ലാഹി ഖറജ്നാ വഅലല്ലാഹി റബ്ബിനാ തവക്കൽനാ എന്ന് ചൊല്ലി വീട്ടുകാരോട് സലാം പറഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു കയറണം. മഹാനായ ഇമാം അബൂ സക്കരിയ യഹ്യ ഇബ്നു ശറഫ് നബവി റളിയല്ലാഹു അൻഹു ധാരാളം ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ വിശ്വാസിയെ പരിചയപ്പെടുത്തിയ ദിക്റുകളും അദബുകളുമാണ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്നത്. അള്ളാഹു യാത്രയിലും അല്ലാത്തപ്പോഴും ഈമാനികമായ മൂല്യം കാത്തു സൂക്ഷിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സച്ചരിതരായ സ്വഹാബികളെയും താബിഈകളെയും ഫോളോ ചെയ്ത് ജീവിക്കാനും തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ വിടാം.